2550. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എറണാകുളത്ത് ബ്രോഡ്വേയിൽ കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിങ്ങിന് പോവാണ്. എത്ര വേഗമാണല്ലേ ഒരു വർഷം കടന്നുപോയത്. ഡിസംബർ ഇങ്ങെത്തി. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരവേൽക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ബ്രോഡ്വേയിലേക്ക് എത്തുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപം കൊണ്ട ഈ തെരുവ് പരന്നതും വ്യാപാരത്തിനും സഞ്ചാരത്തിനും അനുയോജ്യമായതുമായ റോഡായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ബ്രോഡ്വേ എന്ന പേര് വന്നത്. ബ്രോഡ്വേയിലുള്ള വ്യാപാരങ്ങളൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പണ്ടൊരു കാലത്ത് മസാലകളുടെയും തുണിത്തരങ്ങളുടെയും ഒരു പ്രധാന വ്യാപാര കേന്ദ്രം തന്നെയായിരുന്നു ബ്രോഡ്വേ. ഒരു 2-3 ആഴ്ച മുന്നേ നമ്മളിവിടെ വന്നിരുന്നു. അന്നുള്ളതിനേക്കാളും ക്രിസ്മസ് കച്ചവടങ്ങളും അതേപോലെ ആൾക്കാരുടെ തിരക്കും ഇവിടെ കൂടിയിട്ടുണ്ട്. ബ്രോഡ്വേയിലുള്ള മീത്തർ ബസാറിലാണ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കച്ചവടങ്ങളുള്ളത്. ക്രിസ്മസ് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഇറ്റ് ജസ്റ്റ് ആഡ് സോ മച്ച് മാജിക് ആൻഡ് ജോയ് ടു എവറിത്തിങ്. ഈ പറഞ്ഞ മാജിക്കും ജോയി ഒക്കെ ഉണ്ടല്ലോ, മീത്തർ ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. 10 രൂപ മുതൽ 10,000 രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്ന പല ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ മേത്തർ ബസാറിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. ഈ തിരക്കിൽ ചില സമയത്തൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് തീരെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ വീട്ടിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ കാശ് കൊടുത്തൊന്നും ക്രിസ്മസ് ട്രീ വാങ്ങില്ല. ഒരു പാകത്തിനുള്ള മരക്കൊമ്പ് വെട്ടി അതിൽ വർണ്ണക്കടലാസുകളും തോരണങ്ങളും ബലൂണും ഒക്കെ കെട്ടി ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ആക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്നും വീട്ടിൽ ചെറിയ ഡെക്കോസ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇക്കൊല്ലം അതിന് സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഓരോ സാധനങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും, അത്ര ഭംഗിയുണ്ട്. പക്ഷെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതിന് ഉള്ളിൽ നിൽക്കുന്ന സാധനങ്ങൾ മാത്രം വാങ്ങാനേ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ക്രിസ്മസിന് വേണ്ടി ഡെക്കോർ ഐറ്റംസ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വൈകാതെ സാധനങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ. കാരണം ക്രിസ്മസിനോട് അടുക്കുന്ന സമയം ഇതിൻ്റെ വില കുറച്ചും കൂടെ കൂടാൻ ചാൻസസ് ഉണ്ട്. ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളിലും ഏകദേശം സെയിം റേറ്റുകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ക്രിസ്മസ് റീത്ത് ആക്ച്വലി 90 രൂപ മുതൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു വലിപ്പത്തിൽ കാണുമ്പോൾ അതിന് 100-400 രൂപയോളം ആകുന്നുണ്ട്. അത്രയും പൈസ കൊടുത്ത് റീത്ത് വാങ്ങാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. പ്ലെയിൻ റീത്തിന് അത്ര വില ഉണ്ടാവില്ല. സോ ഒന്നെങ്കിൽ പ്ലെയിൻ റീത്ത് വാങ്ങിച്ച് നമുക്ക് ഡെക്കോസ് അതിനകത്ത് വെക്കാമെന്നും അല്ലെങ്കിൽ ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടൊരു റീത്ത് ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ് മേക്സ് യു ബ്യൂട്ടിഫുൾ എന്നല്ലേ. ഈ കടയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് ആ ഒരു തോട്ടാണ് മനസ്സിലേക്ക് വന്നത്. നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് കൊണ്ട് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഈ കട മറ്റ് കടകളിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ 10 രൂപയുടെ ഐറ്റമാണ് ഈ കാണുന്നത്. ഈ ഒരു സാധനത്തിന് 10 രൂപയാണ്. ആ ഇലയോട് കൂടെയുള്ളതിനാണെങ്കിൽ 20 രൂപയും. ഷോപ്പിംഗ് മാളിൽ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ബ്രോഡ്വേയിൽ വരുമ്പോൾ കിട്ടുന്നത്. ഒരൊറ്റ കടയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാം. പക്ഷെ എനിക്ക് അതിലൊരു ത്രില്ല് തോന്നിയില്ല. പല കടകളിലും നടന്ന് ഓരോ സാധനങ്ങളും നോക്കി നമുക്ക് ഇഷ്ടത്തിനുള്ളത് വാങ്ങുകയാണ് ചെയ്തത്. നക്ഷത്രമില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. പല വർണ്ണങ്ങളിലുള്ള ഒരുപാട് നക്ഷത്രങ്ങളെ കണ്ടെങ്കിലും വെള്ളയുടുപ്പിട്ട മാലാഖയെപ്പോലെ നിന്ന ഈ നക്ഷത്രമാണ് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ആ നക്ഷത്രം വാങ്ങി അടുത്ത കടയിലേക്ക് പോയി. മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രീമിയം ക്രിസ്മസ് ഐറ്റംസ് വിൽക്കുന്ന കടയാണിത്. ഈ കടയുടെ ഉള്ളിലേക്ക് കയറിയാൽ ചിലപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റ് തെറ്റാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. ഇനി അടുത്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ വാങ്ങണം. തീരെ ചെറിയ ക്രിസ്മസ് ട്രീ ആവാൻ പാടില്ല, ഒരുപാട് വലിയ ക്രിസ്മസ് ട്രീയും ആവണ്ട. ഒരു 5 അടി ഉയരത്തിൽ നമ്മുടെ ബഡ്ജറ്റിൽ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ അങ്ങനെ സ്വന്തമാക്കി. കുറച്ചുള്ളിലേക്കായിട്ട് നിൽക്കുന്ന കടയിൽ നിന്ന് 90 രൂപയ്ക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള റീത്ത് എനിക്ക് കിട്ടിയിരുന്നു. വീട്ടിൽ പോയിട്ട് കുറച്ച് മിനുക്കപ്പണികളൊക്കെ ചെയ്ത് റീത്ത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ഇപ്പം സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും കുറേ അധികം കടകൾ അടച്ചിട്ടുണ്ട്. പിന്നെ ചില കടകളൊക്കെ പതുക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ചില കടകളൊക്കെ വെളുപ്പിനെ 4 മണി വരെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് ദഹിച്ചിട്ടില്ലാത്തത് കൊണ്ടാണോ ദാഹത്തിൻ്റെ തീവ്രത അധികമായതുകൊണ്ടാണോ എന്തോ എനിക്ക് വിശപ്പൊട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ചാത്തിയത്തിൽ കിട്ടുന്ന നല്ല കുലുക്കി സർബത്ത് കുടിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ നിങ്ങൾ അവിടെ വിശ്രമിച്ചിരിക്കെ ഞാൻ കുലുക്കി സർബത്തൊക്കെ കുടിച്ചിട്ട് അടുത്ത വ്ലോഗുമായിട്ട് വരാം.
ടാറ്റ ബൈ ബൈ.